സുരേഷ് ഏട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ഏട്ടൻ ലൈൻ. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്, അതാണ് എന്റെ ലൈൻ. ചോദിക്കുമ്പോ എങ്ങനെ നോക്കി കാണുന്ന ചോദിക്കുമ്പോ ഇങ്ങനെ നോക്കി കാണുന്നല്ലോ പറയാം. എത്ര പ്രാവശ്യം കണ്ട് ഈ സാധനം എന്താണ്? ഇതൊരു വാള്, ഇത് ചെറിയ വാള്, ചോട്ട. ഞാൻ കൊടുക്കട്ടെ ഒന്ന് കുമ്പളങ്ങി നൈറ്റ്സ് ഒന്ന് അവതരിപ്പിച്ചാണ്. മൂത്രം ഒഴിക്കാൻ മതിലിന്റെ അടുത്ത് ഇരുന്നപ്പോൾ കൊഴുമ്പൽ രാജീവന്റെ പൃഷ്ഠം അറഞ്ചം പൊറഞ്ചം കടിച്ചു പറിച്ച്. ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടൻ്റെ സ്വന്തം സുമലതയും അവരുടെ ഹൃദയഹാരിയായ പ്രണയത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് വരുന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം രാജേഷ് ഏട്ടനും ചിത്ര ചേച്ചിയാണ്. സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട്? നല്ലതാ, നല്ല സുഖം. നല്ല സുഖല്ലേ? രാവിലെ മുതൽ ഇങ്ങനെ പറഞ്ഞു ഒരു ഇതായില്ലേ? ഒരുവിധമൊക്കെ തീർന്നു തോന്നുന്നു. അതെ, ഇനിയിപ്പോ പുതിയതൊന്നുമില്ല, പഴയതൊക്കെ തന്നെ നമുക്ക് പയ്യെ എന്താണ്. അപ്പോ നമ്മുടെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയ കഥ, ഇപ്പൊ സൂസുവിന്റെ കഥ നമുക്ക് ചുരുക്കി പറയാം. അപ്പൊ എന്താണ് ആ ഒരു ചിത്രം, അങ്ങോട്ട് പറഞ്ഞോളാം. എല്ലാവരും കണ്ടിരിക്കുന്ന പോലെ തന്നെ നാത്താൻ കേസ് വീട്ടിലെ 2 ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ചെറിയ പ്രണയത്തിൻ്റെ ഗ്ലിംസസ് ഒക്കെ മറ്റേ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എങ്ങനെ തുടങ്ങി, എങ്ങനെയാണത് യാത്ര ചെയ്യുന്നത് എന്നുള്ള ഒരു കഥയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ഇതിൽ കുറേ പുതിയ ആൾക്കാരുണ്ട്, പുതിയ നാട്ടുകാരുണ്ട്, നാടകമുണ്ട്, കുറേ പാട്ടുകളുണ്ട്, ഫൈറ്റുണ്ട്, ചേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സിനിമയാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയം. ഇനി ചേച്ചിയുടെ വക പറഞ്ഞു. എന്റെ വക എന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ പറയാൻ വിചാരിച്ച കാര്യമാണ്. എനിക്ക് പറയാനില്ലേ, നമ്മളെ പ്രണയകഥ ഇങ്ങനെ പൂത്തൊലഞ്ഞിങ്ങനെ പുഷ്പിക്കുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ പറയാവോ? അങ്ങനെ കുറച്ച് കാലഘട്ടങ്ങളിലൂടെ ഏത് കാലഘട്ടത്തിലായാലും അതായത് പ്രണയത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചു തരുന്ന ഒരു സിനിമ. എനിക്കിപ്പോ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴേ മറ്റേ ചന്ദ്രേട്ടൻ എവിടെയാന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്ലേ, അതിലിങ്ങനെ ഉണ്ടല്ലോ മറ്റേ വേൽക്കോഴ് കൊട്ടുവാനൊക്കെ ആയിട്ട് അങ്ങനെ വേറൊരു ഗെറ്റപ്പ്, അതേപോലെ ഒരു സാധനം ഇതിലും കണ്ടു. അത് ഡ്രാമയുടെ ഭാഗമായിട്ടാണോ? സദാരാമ എന്നൊക്കെ വിളിക്കുന്ന. അതെ, സദാരാമ എന്ന് പറഞ്ഞിട്ടൊരു നാടകം ഈ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു വേഷമാണ് കണ്ടിട്ടുണ്ടാവുക. പക്ഷെ അത് സിനിമയിൽ അതിന് വേറെയും കുറെ മാനങ്ങളുണ്ട്. അത് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ അതിലത്തെ ആ അച്ചേർ രണ്ടുപേർക്കും അടിപൊളിയായിരുന്നു. ആ ഒരു സാധനമൊക്കെ പിടിച്ചിട്ട് ചേച്ചി വരുന്നു, അപ്പൊ പെട്ടെന്ന് ഡ്രസ്സ് മാറുന്ന സംഭവമില്ല, അത് അടിപൊളിയായിരുന്നു കണ്ടപ്പോ. ഇപ്പൊ നമ്മുടെ ഈ ഒരു ചിത്രത്തില് ഇതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇപ്പോൾ നാത്താൻ കേസോട് എന്ന് പറഞ്ഞ മൂവിന്നാണല്ലോ ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത്. അപ്പോൾ ആ ഒരു മൂവിയിൽ ആ ഓട്ടോറിക്ഷയിലെ ആ ഒരു സീനൊക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പം കോടതിയിൽ വന്നിട്ട് ഇപ്പം നായിക ഇപ്പോൾ വിസ്തരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സിൻസിയർ ആയിട്ടുള്ള കാര്യമൊക്കെയാണ്. പക്ഷെ നമ്മളത് കാണുമ്പോൾ ഓഡിയൻസ് ഒക്കെ ചിരിച്ചു മാറുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പറയുന്ന കോമഡി അല്ല, പക്ഷേ ഇപ്പം ഏട്ടൻ്റെ ആ ഒരു മറ്റേ ആ സാധനമൊക്കെ ആണെങ്കിലൊക്കെ നിങ്ങൾ കോമഡി അല്ല, ഭയങ്കര ഡീപ്പ് ലെവൽ എന്നിട്ട് പറയുന്ന സാധനം. അപ്പോൾ പണ്ട് നമ്മുടെ ഒരു ചിത്രങ്ങളിലൊക്കെ ഇങ്ങനെ വെർബലിയുള്ള തമാശകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്, കൗണ്ടർ അടിക്കുക എന്നൊക്കെ പറയുന്ന സാധനം. ഇപ്പം അത് മറ്റേ മാനറിസംസും സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പം പിന്നെ ക്യാരക്ടേഴ്സിന് കുറച്ചും കൂടി ഐഡന്റിറ്റി, ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ ഇപ്പം ചെറിയ ക്യാരക്ടറുകൾക്ക് പോലും കുറച്ചും കൂടി അവരുടെ ഐഡന്റിറ്റിയും കൂടെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴുള്ള കുറച്ച് സിനിമകളിൽ. പ്രത്യേകിച്ച് നമ്മളെ സിനിമയിൽ അവർക്കും സെപ്പറേറ്റ് ഒരു ഐഡന്റിറ്റി ഒക്കെ ഉണ്ട്.
അപ്പം എന്താ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവരെ കാണാം, ഇവരെ കുറിച്ചിട്ട് ആലോചിക്കാം എന്നൊക്കെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉള്ള സിനിമകളിൽ വെക്കുന്നുണ്ട്. അതന്നെയാണ് അതിൻ്റെ മാറ്റം എന്ന് തോന്നുന്നു അല്ലേ? ആയിരിക്കും അത്ര. ഞാനങ്ങനെ സിനിമയെ അത്ര വലിയ ഒബ്സർവ് ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, ഇങ്ങനെ ഇതിന് വലിയ താത്വികപരമായി ആൻസർ പറയാനുള്ള ബുദ്ധിപരമായ നീക്കം പറയുന്നുണ്ട്. ഞാൻ ഈ താത്വികമായിട്ട് അവര് വാക്കെടുത്തോ കിട്ടി, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഇല്ല എനിക്കങ്ങനെ പറയാൻ. ഇപ്പൊ ആ ഒരു സീൻ അഭിനയിക്കുന്ന സമയത്ത് ആ ഡയലോഗ് ഒന്ന് പറയുക. പറയാ. ഒന്നിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഓട്ടോ അല്ലാണ്ട് വേറെ ഏതാണ് സാറേ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലമില്ലത്? സുരേഷ് ചേട്ടന് ഒരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്, എനിക്ക് അത്രയും ഉണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നല്ലോണം മെല്ലയാന്ന് സുരേഷ് ചേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിന്. ഒരു 20-25, അല്ലാണ്ട് ഈ വക്കീലിന്റെ സൗകര്യത്തിന് വണ്ടി അടിക്കാനൊന്നും എന്റെ സുരേഷ് ചേട്ടനെ കിട്ടൂല. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ്. അതാണ് സുരേഷ് ചേട്ടൻ ലൈൻ. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്, അതാണ് എന്റെ ലൈൻ. അച്ചടാ. ഇപ്പൊ ഇത് ചെയ്യുമ്പോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ലേ വിചാരിച്ചിട്ടുണ്ടായി? പക്ഷെ തിയേറ്ററിൽ ഇത്രയും കോമഡി ആയിട്ട് മാറും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. ഞാൻ ആദ്യമായിട്ട് കിട്ടിയൊരു ക്യാരക്ടർ റോള്, അത് സിങ് സൗണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും ആ സിറ്റുവേഷനിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ കാരണം ആ സീൻ ഡിലേ ആയി പോവോ എന്നുള്ള വലിയ പേടിയെല്ലാം ഉള്ളിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ അതും രതീഷ് ഏട്ടനും ചാക്കോച്ചനും രാജേഷ് ഏട്ടനെല്ലാം പോലെയുള്ള ഒരു കൂടെ ചെയ്യുന്നൊരു ഒരു അല്ലെങ്കിലും അത്രയല്ലെങ്കിലും കൂടെ ചെയ്യുന്ന ഒരു പേടി. പിന്നെ അത് കൂടാതെ ഞാൻ ലെജൻഡ് എന്നുള്ളവർക്ക് പറഞ്ഞല്ലേ അല്ലേ? അപ്പോൾ അല്ല, ചാക്കോച്ചനിൽ നേരിട്ട് കണ്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല അവരെ കൂടെ ചെയ്യാൻ പറ്റുന്നു. അപ്പം അങ്ങനെ. പിന്നെ അത് കൂടാതെ എൻ്റെ നാട്ടുകാരെല്ലാം ഉണ്ട് അവിടെ. അപ്പം അവർ മുമ്പിൽ ഇത് ചമ്മലും ഉണ്ട്, ഇത് നന്നായിട്ട് ചെയ്യണം എന്നല്ലേ. അങ്ങനെ അത് പഠിച്ച് എക്സാമിന് പോലും ഞാൻ ഇങ്ങനെയൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ പഠിച്ച് അതിന്റെ റിസൾട്ട് ഇപ്പോഴും ചോദിച്ചാലും പറയാൻ. അതുകൊണ്ട് അതങ്ങനെ പഠിച്ച് ചെയ്താ സീൻ എടുക്കുന്നതിന് മുമ്പേ ഞാൻ രാജേഷ് ചേട്ടനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ടെൻഷൻ, എനിക്ക് എപ്പോഴും ടെൻഷൻ തന്നെയാണ്. ഏത് സീൻ എടുക്കുന്നതിന് മുമ്പേ എനിക്ക് ടെൻഷനാണ്. ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, രാജേഷ് എനിക്ക് പേടിയാവുന്നു, ഇത് എന്ത് ചെയ്യേണ്ട, ഇത് അങ്ങനെ. രാജേഷ് അത് ശരിയാ, നീ പോയി ഇതാക്ക്, സില്ലി ആയിട്ട് അതൊരു അങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ അത് ചെയ്തു, അത്ര തന്നെ. പിന്നെ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഇത്രയും, കാരണം ആ സിനിമേൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഏരിയാസ് എല്ലാം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. സിനിമ കണ്ട സമയത്താണ് ഇത് സുമലതേൻ്റെ ആ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഞാനും ചിരിച്ചു. ഇത് എല്ലാം വന്ന് അങ്ങോട്ട് എത്തുമ്പോൾ ഞാനും ചിരിച്ചു. ഇത് ചെയ്യുന്ന സമയത്ത് ഞാനത് നന്നായിട്ട് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മനസ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. അതായിരുന്നു അല്ലേ? ഇങ്ങനെ പറയാം. അതെ അല്ലേ? എന്തായാലും ക്വസ്റ്റ്യൻ മാറിപ്പോയി. നമ്പർ ഒന്ന് മാറ്റിയിട്ട് എഡിറ്റ് ചെയ്തിട്ടോ. അപ്പോ ഈ ഒരു 2 ഐക്കോണിക് പെയേഴ്സ് ആയിട്ട് വന്നപ്പോൾ നിങ്ങൾ മലയാള സിനിമയിൽ തന്നെ നായകനും നായികയും അല്ലാതെ ഹിറ്റായ ഒരു കോംബോയാണ് നിങ്ങളുടെ. അപ്പോൾ ആ ഒരു റിയാക്ഷൻ സോഷ്യൽ മീഡിയ എന്നൊക്കെ വന്നു തുടങ്ങിയപ്പം എന്തായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തേ? ചേടാ ഇത് ഇങ്ങനെയൊക്കെ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഇത് നമുക്ക് നേരത്തെ അറിയായിരുന്നു അതായിരുന്നു? അല്ല, ഇത് സിനിമ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിനെ ശ്രദ്ധിക്കും എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഈ റിസപ്ഷൻ കുറച്ച് ഭയങ്കര വലുതായി പോയി. ഞങ്ങൾ പ്രതീക്ഷേനേക്കാളും കൂടുതലാണ് ഉണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ സന്തോഷമായി, ഭയങ്കര സന്തോഷമായിരുന്നു. അത് ആ സമയത്ത് നമ്മൾ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയിൽ. ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു, ഈ ക്യാരക്ടേഴ്സ് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നമ്മളുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ പോലെ നമ്മളെല്ലാ ഡയലോഗും ആൾക്കാർ നോട്ട് ചെയ്ത്, അല്ലെങ്കിൽ എല്ലാ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ആൾക്കാർ നോട്ട് ചെയ്ത് പറഞ്ഞു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ആ ഒരു ചിത്രത്തിൽ നിങ്ങളുടെ ഒപ്പം തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു 1000 കണ്ണുമാർ കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തേൻ കിളി, പൈങ്കിളി മലത്തേൻ കിളി. ഈ ഒരു പാട്ടും അടിപൊളി. എന്റെ അത്ര വരൂലെങ്കിലും പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്, നല്ല വോയിസ്. താങ്ക് യു. പിന്നെ പാട്ടിനെ പറ്റി വലിയ അറിയില്ല, എന്നാലും
നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞാനത് അറിയില്ല, എന്നാലും അങ്ങനെ പാട്ടിനെ പറ്റി ഇങ്ങനെ സംഗതി ഒന്ന് പാടി അതൊക്കെ പറയാൻ പറയാൻ ഞാൻ അറിയില്ല. വിചാരിച്ചത്. അവിടെ പോയി ഇവിടെ പോയി എന്നും പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷെ കേട്ടിരിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പാട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഒരു പാട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ നാദിയ മൊയ്തു ആ ഒരു വിഷ്വൽ ആയിരുന്നെങ്കിൽ ഒരു 2012 ആയപ്പോഴേക്കും തട്ടത്തിൻ മറയത്തിലെ വിഷ്വൽസാ വരാൻ തുടങ്ങി, നിവിൻ പോളി, ഇഷാ തൽവാറൊക്കെ. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖം വരുന്നത്, അങ്ങനെ ആരെങ്കിലും ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കണം. അതെ, താങ്ക് യു. എനിക്ക് ഈ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ ഓട്ടോയും ആ രണ്ടുപേരും തമ്മിലുള്ള മറ്റേ ടിക്ടോക്കിന്റെ സാധനം കോടതിയിൽ പ്ലേ ചെയ്യുന്ന അതൊക്കെയാണ് ഓർമ്മ വരാം. അതെ, ഇത് പിന്നെ നമുക്ക് അതൊരു ഗംഭീര പാട്ടാണ്, ജെറി അമൽദേവിൻ്റെ. പിന്നെ ഗംഭീര സിനിമയാണ് കാസിൽ സാറിൻ്റെ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സമയത്താണ് ആ പാട്ട് വേറൊരു ഇമോഷണലിൽ പാടിക്കൊണ്ടായിരുന്ന പാട്ടാണ്. അത് ഞങ്ങൾ എടുത്തിട്ട് പിന്നെ ആൾക്കാർ മറ്റേ എന്താ ഞങ്ങളുടെ ഫൺ പരിപാടികളുടെ പശ്ചാത്തലത്തിലേക്ക് ഇട്ടതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് അടുത്ത പടത്തിൽ അത് ശരിയാക്കി എടുക്കണമെന്നുണ്ട്. അത് അടുത്ത പടത്തിൽ അതിൻ്റെയും കൂടി വർക്ക് ഉണ്ട്. അപ്പോൾ സംതിങ് ബ്രോ ഈസ് കുക്കിംഗ് സംതിങ്. മേ ബി. ഓക്കെ, ഇപ്പൊ ഏറ്റവും പുതിയ പടങ്ങൾ ഏതൊക്കെയാണ്? ഇനിയിപ്പം ഇറങ്ങാനുള്ള സിനിമകൾ ഗർ ഇറങ്ങാനുണ്ട്, ഹെർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാനുണ്ട്, പിന്നെ പേരിടാത്തൊരു സിനിമ വരാനുണ്ട്. അത് കൂടാതെ ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ളത് എന്താ മരണമാസ് എന്ന് പറഞ്ഞ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന സിനിമ, പിന്നെ ആഹ്ലാദം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇതൊക്കെ ഇനി ഷൂട്ട് ചെയ്യാനുള്ള സിനിമകളാണ്. പിന്നെ ഞാനൊരു സംവിധാനം ചെയ്യുന്ന സിനിമ നടക്കുന്നുണ്ട്, ഈ വർഷം റിലീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ എറ എന്നുള്ളൊരു രീതിയിലാണ് ഈ 2024 ഇപ്പോൾ പറയുന്നതല്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും അടിപൊളി ഹിറ്റ്. അപ്പോൾ ഈ ഒരു ചിത്രം ആ ഒരു കാലഘട്ടത്തിലാണല്ലോ ഇറങ്ങാൻ പോണേ, അപ്പോൾ അതിനെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നു? കറക്റ്റ് സമയത്താണ് നമ്മൾ ഇറങ്ങുന്നതെന്നാണ്. ഗോൾഡൻ എറയിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമായിരുന്നു അത്. അതുകൊണ്ട് മുന്നേ ഇല്ല, അതിന് ശേഷമില്ല, ഈ സമയത്ത് തന്നെ. ഈ സമയത്ത് തന്നെ അതിന് സംശയമില്ല. പിന്നെ നിങ്ങൾ എന്താണ് കണ്ണൂർക്ക് മാത്രം സിനിമകൾ കൊണ്ടുപോകുന്നത്? നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു സമയത്ത് കൊച്ചി അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് പടങ്ങൾ വന്നിരുന്നു, പിന്നെ തിരുവനന്തപുരം ബേസ് ചെയ്ത് പടങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ ഫുൾ അങ്ങ് കണ്ണൂർ കാസർഗോഡാണ് എല്ലാ പടങ്ങളും. പക്ഷെ നമുക്കാണെങ്കിലും ആ സ്ലാങ് ഒക്കെ ഇപ്പൊ പടം കണ്ടിറങ്ങുമ്പോൾ അതിൻ്റെ ഒരു സ്ലാങ് ഒക്കെയാണ് വായിൽ വരുന്നത്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോൾ രജി സാറിന്റെ പടങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ഇപ്പൊ ഇത് എന്നത്താൻ കേസോട്, ഇപ്പൊ പുതിയ മൂവി, ഇതൊക്കെ ആ ഒരു കണ്ണൂർ ആ ഒരു സ്ലാങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വരുന്ന കാര്യം എന്താ? ഞാനൊരു എതിർ ചോദ്യം ചോദിക്കാം. ഇപ്പം കാസർഗോഡ് നിന്ന് സിനിമകളേ ഉണ്ടാവാതിരുന്ന കാലത്ത് എന്തുകൊണ്ട് കാസർഗോഡ് സിനിമകൾ ഉണ്ടായില്ല? അന്ന് ഞാൻ ആങ്കർ അല്ലായിരുന്നു. അത്രേ ഉള്ളൂ അതിൽ കാര്യം. എന്ന് വെച്ചാൽ ഇതൊരു ഡൈവേഴ്സ് സിനിമ ഇങ്ങനെ ലോകം മൊത്തം പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. അതിൽ കുറച്ച് പിന്നെ ഈ ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടാനുള്ള ഏരിയ ആയിരുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമുള്ളൂ അതിന്. പിന്നെ ഇപ്പോൾ കുറച്ച് ആ ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് ഇത്രയും സമയം എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരാനുള്ള സമയം ഇത്രയും എടുത്തിട്ടുണ്ടാവും. അപ്പം അത് ഈ സമയമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതൽ സിനിമകൾ ഇറങ്ങുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് എല്ലാ നാട്ടിലെയും സിനിമകൾ ഇനി വന്നുകൊണ്ടിരിക്കും. എല്ലാ പിന്നെ ചെറിയ ചെറിയ ഏരിയകളുടെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ചെറിയ പടങ്ങളാണെന്ന് പറയുന്ന, ഐ മീൻ ഇപ്പോൾ ഭയങ്കര കുഞ്ഞൊരു സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് വലിയൊരു എമൗണ്ട് മുടക്കാത്ത ചെറിയ പ്രൊഡക്ഷനിലൊക്കെ വരുന്ന ഒത്തിരി സിനിമകൾ വന്നിട്ട് ഒരുപാട് ഹിറ്റ് അടിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ചേട്ടനാണെങ്കിലും ഇപ്പം ആക്ടറാണ്, ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഇപ്പോൾ എനിക്കൊന്നും സിനിമ ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിക്കുന്ന കുറേ ന്യൂ കമേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്നാൽ അവരോട് നല്ല ഫയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്താണ്? എന്നോടാണ് പറഞ്ഞത്. എന്നോടാണെന്നുണ്ടെങ്കിൽ ഇത് സിനിമ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഭയങ്കര അന്ധമായിട്ട് അതിനെ ഫോളോ ചെയ്യാതെ കുറച്ച് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, കാര്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എന്താ നമ്മൾ ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക, അതാണ് പറയാനുള്ളത്. എന്നാൽ അത് നോർമലി അത് സിനിമയിലേക്ക് എത്തിപ്പെടുമായിരിക്കും.
ഇപ്പൊ ചേച്ചി ആണെങ്കിലും ടിക്ടോക്ക് ഒക്കെ ആദ്യം ചെയ്യായിരുന്നു. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കേട്ടു. അപ്പൊ ആദ്യം ഇന്നൊന്നും ഒരു റീച്ച് ഉണ്ടായിരുന്നില്ല, ഇപ്പഴാ ഇങ്ങനെ വരണു എന്ന് പറഞ്ഞപ്പോ അപ്പൊ അത് നിന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് നമ്മുടെ സുമലതയല്ലേ എന്ന് പറയുന്ന ഒരു തിരിച്ചറിയപ്പെടുന്ന ഒരു സമയമാണല്ലോ. ഇപ്പൊ ആ ഒരു മൊമെന്റിൽ എത്തി നിൽക്കുമ്പം ഇതുപോലെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പുതിയ ആർട്ടിസ്റ്റുകളോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാന്ന് തന്നെയാന്ന് പറയാനുള്ളത്. പറഞ്ഞ ഇപ്പൊ രാജേഷ് ചേട്ടൻ പറഞ്ഞത് ഞാൻ അത് കേട്ടിരിക്കുന്ന ഉണ്ടായത്. എന്നുവെച്ചാൽ രാജേഷ് ചേട്ടനെല്ലാം ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ആക്ടിങ് മാത്രമല്ല, ഒരു കുറച്ച് മേഖലകൾ കൈകാര്യം ചെയ്യുമ്പോൾ അപ്പം അവർ പറയുമ്പോൾ ഇപ്പോൾ ചോദിച്ചില്ലേ ഒരു ചോദ്യം, അപ്പം അതിൻ്റെ ആൻസർ പറഞ്ഞു. അപ്പം അത് ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നു. അപ്പം ഞാനിപ്പം പറയുന്നത് പരിശ്രമിക്കുകയാണ്. അപ്പം രാജേട്ടൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, പരിശ്രമിക്കുന്നതിൻ്റെ കൂടെ ഇത് പഠിക്കുകയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ചെയ്തിട്ടില്ല ശരിക്കും ഞാനിപ്പോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഇപ്പൊ ഓരോ ചോദ്യങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റാത്തതും മേ ബി ആ പഠനത്തിനുള്ള അത് തന്നെയായിരിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് രാജേട്ടൻ പറഞ്ഞ പോലെ പരിശ്രമിക്കുന്നതിൻ്റെ കൂടെ നന്നായി ഇതിനെപ്പറ്റി മനസ്സിലാക്കുക തന്നെയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. ഈ ആൻസറിന് മുമ്പേ ആണെങ്കിൽ ഞാൻ പറയും നമുക്ക് കഴിവുണ്ടെങ്കിൽ കിട്ടും. മുമ്പേലും ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇപ്പം അത് പറഞ്ഞാൽ തെറ്റാവോ, ഇതിപ്പോ പറയുന്ന പോലെ എനിക്ക് അതായത് നല്ല നായിക എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് സുന്ദരിയായ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഞാനെല്ലാം ചെറിയ പ്രായത്തിൽ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് നന്നായി ഡ്രസ്സ് ചെയ്താൽ നീ എന്താ സിനിമാ നടനാണോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, അല്ലെ നടിയാണോ. അപ്പം കാഴ്ചപ്പാടെന്ന് വെച്ചാൽ കുറച്ച് ഭംഗിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് സിനിമ എന്നുള്ള, അപ്പം നായിക എന്നുള്ള ആ ഒരു ഇത് മേഖല കിട്ടുന്നില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെയായിരുന്നു ഞാൻ. അപ്പം ഈ കളറ് ഇതെല്ലാം ഒരു മാനദണ്ഡം അങ്ങനെയെല്ലാം വിചാരിച്ചു. പക്ഷെ ഇപ്പം മനസ്സിലായി കഴിവുള്ളവരാണെങ്കിൽ അതിൽ കളറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഒരു മാനദണ്ഡം അല്ല എന്ന് എന്നിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അത്. അപ്പം എനിക്ക് ഭയങ്കര കോംപ്ലക്സുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിപ്പോൾ എനിക്ക് മാറിയിട്ട് ഞാനിപ്പോൾ ഞാനിങ്ങനെ ആയതുകൊണ്ടാണല്ലോ സുമലത എന്നുള്ള ക്യാരക്ടറിൽ ചൂസ് ആയത്. അപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ടത് അങ്ങനെയെല്ലാം കുറച്ച് ഇതുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ പേടിച്ചിട്ട് ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ കോൺഫിഡൻറ്റ് ആ പേടി എനിക്ക് മാറിയിട്ടില്ല എന്ന്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളുടെ കൺസെപ്റ്റ് എല്ലാം കുറച്ച് മാറി, ഏകദേശം മാറി വന്നിട്ടുണ്ട്. അതിപ്പോ ഈ പറഞ്ഞൊരു ഇതിനോട് ചേർത്ത് വെച്ചിട്ട് തന്നെ ചോദിക്കുക, ഇപ്പൊ മലയാള സിനിമയുടെ സൗന്ദര്യ സങ്കല്പങ്ങളുടെ ഒരു ബാർ അത് മാറിയിട്ടില്ലേ? അങ്ങനെ എന്താ ചേട്ടന് തോന്നണേ? പണ്ട് മുതലേ അതിനുള്ള എതിർ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സൗന്ദര്യ സങ്കല്പങ്ങളുടെ പിറകെ പോയ ഒരു ഇൻഡസ്ട്രി അല്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം അതിൻ്റെ. ഇപ്പോൾ സത്യൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു, അതിനൊന്നും പിന്നെ അത് വേറൊരു വഴിയായിരുന്നു സത്യൻ സാറിൻ്റെ. അപ്പോൾ അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മറ്റേ സ്ഥിരം സൗന്ദര്യ സങ്കല്പങ്ങൾ പറയുന്നത് പോലത്തെ അങ്ങനത്തെ ആൾക്കാരല്ലാത്ത ഒരുപാട് പേര് നമുക്ക് ഉണ്ട് എടുത്ത് കാണിക്കാനായിട്ട് മുമ്പേ. അത് ഇപ്പോൾ കുറച്ചും കൂടി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനെ സൊസൈറ്റി ഭയങ്കര സാമൂഹികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സമയമാണിത്. കുറച്ചും കൂടി അതിന് വാല്യൂ ഉണ്ട് ഇപ്പോൾ. ഇത് ഇനിയും മാറും, ഇനിയും ഇത് സാധാരണക്കാരിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇതിൻ്റെ വാർപ്പ് മാതൃകകളെല്ലാം മാറും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഭയങ്കര സീരിയസ് ആവണം, നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ. ഞങ്ങൾ ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് സീരിയസ് ആയിട്ട് തന്നെ. ഞങ്ങൾ ഇതല്ല, ഞങ്ങളെ ഗർഭം ഇങ്ങനെയല്ല. ഒന്ന് രാവിലെ മുതൽ എഴുന്നിട്ട് ഇന്ന് സീരിയസ് ആയി നോക്കിയതാ. ഞാൻ പെട്ടെന്ന് എല്ലാരും സൈലന്റ് ഒക്കെ ആയിട്ട് കേൾക്കുന്നു. ഇതുവരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അല്ലെ ഇപ്പൊ ചോദിക്കുമ്പോ എങ്ങനെ നോക്കിക്കാണെന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ നോക്കിക്കാണെന്നല്ലോ പറയാം. അത് കുഴപ്പമൊന്നുമില്ല. കിടക്കുന്നത് നിങ്ങൾ മാറ്റിപ്പിടിച്ചു രാവിലെ മുതൽ അതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നിലോട്ട് നോക്കുമ്പോ എന്ത് തോന്നും? തോന്നില്ല. ഇപ്പൊ എന്താ അയ്യോ ഞാൻ ചോദിക്കാമെന്നൊക്കെ പോയി. ശരിയായില്ലേ? സെറ്റായി, എല്ലായി. ഇപ്പൊ രാജേട്ടനെ കാണുമ്പോഴേ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ചേട്ടന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ലൗഡായിട്ടുള്ള ക്യാരക്ടേഴ്സാ.
നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ല ഒരു കഥാപാത്രം ഉണ്ടല്ലോ, പത്രക്കാരനായിട്ട് വരുന്നത് അല്ലേ? അതല്ലേ? പത്രക്കാരൻ ഞാനല്ല, അത് രഞ്ജി കാങ്കോല. ഞാൻ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സാമ്യമുണ്ട്. ഞങ്ങൾക്ക് നല്ല സാമ്യമുണ്ട്. ആ സാമ്യം ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ മധുരോത്സവം എടുത്ത് എന്റെ കൂടെയുള്ള ആക്ടറാണ് രഞ്ജി. അതെ, മനസ്സിലായി. എനിക്കിപ്പോ ഫേസ് വന്നു. അതെ അതെ. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വിട്ടേക്കാം. അങ്ങനെ എല്ലാം ഒന്ന് വിട്ടേ, ഞാൻ ഞങ്ങളും വിട്ടേക്കാന്ന്. അത് ഇതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും കട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞേ. എനിക്കറിയാതെ നന്നാക്കൂലെന്ന്, അതുകൊണ്ട് ഞാൻ റോൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ചേട്ടന്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ലൗഡാണ്. ഇപ്പൊ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമലതേനെ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പൊ അതാണെങ്കിൽ അത് ഭയങ്കര അത്യാവശ്യം ഭയങ്കര ജിൽബിലാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഓഫ് ദി ക്യാമറ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള അച്ചടാന്ന് തോന്നിക്കുന്ന രണ്ടുപേരാണ്. അത് തോന്നല് മാത്രമാണ്. നമ്മളെ സ്വഭാവം അറിയണമെങ്കിൽ നീ അങ്ങ് വാ, നീ അങ്ങോട്ട് വാ. ഇതിന്റെ ഇപ്പൊ അങ്ങോട്ട് തുടങ്ങുന്നു. അല്ല, ചോദ്യം ചോദിക്കുമ്പോ ഈ ക്യാമറ എല്ലാം ഓണാക്കി വെക്കുമ്പോ കുറച്ച് ഡീസെന്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് അതാണല്ലോ ഇതിന്റെ ഒരു രീതി. ഇവൻ ഭക്ഷണം കയറി ഇപ്പൊ ഒരു അല്ല അതൊന്നും പറയണ്ട, വെറുതെ ചളി അടിക്കണ്ട. ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോ വീട്ടിലെല്ലാം ഇരിക്കുമ്പോ നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ അർമാദിച്ചും കഴിക്കൂലേ. ഹോട്ടലിലും പോയി ചിക്കന്റെ കാല് കണ്ടല്ലോ, അത് കടിക്കണം വലിക്കണം എന്നെല്ലാം ഉണ്ട്. സലിംകുമാറിനെ പോലെ ഇവിടുന്ന് അങ്ങോട്ട് തെറിക്കോന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് ഡീസന്റ് ആവലില്ലേ, അതുപോലെ തന്നെ ഇതും ഇപ്പൊ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര ഡീസന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇതാ ശരിക്കും അഭിനയം എന്നാ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഞാൻ. രാജേഷ് ചേട്ടന് ചോദിക്കുമ്പോ പിന്നെ ആൻസർ പറയണമല്ലോ, അതുകൊണ്ട് രാജേഷനല്ലേ. രാജേഷേട്ടനും നല്ല നോളജ് ഉള്ള മനുഷ്യനാണ്. അതെ എന്നാ പറയാൻ പറഞ്ഞു എന്നോട്. അയഞ്ഞു വന്നതായിരുന്നു ഇപ്പൊ തള്ളി. അല്ല, ആ നോളജ് നോളജ് അല്ലേ. ഇനി നമുക്കൊരു ഗെയിം കളിക്കാം. നമ്മുടെ ഡബ് സ്മാഷ് പിന്നെ അത് കഴിഞ്ഞിട്ട് വായിക്കരുത്, കാണിച്ചെടുത്ത്. അയ്യോ, ഇയാൾക്ക് പറയാ, ഞാനല്ലേ ഉണ്ടായിരിക്കണ്ടേ. അത്രയില്ലേ? ഇത്രന്ന് വെച്ചാൽ ഞാൻ എവിടെ ഇരിക്കണമല്ലോ, പോവാനൊക്കെ പറഞ്ഞു. അതന്നല്ലേ പറഞ്ഞേ. അത്ര ആദ്യത്തെ മാലന്റെ വേറെതാ ഹാരം. മാല വേണ്ട, മായിക്കണേ. മോതിരം പഴയതാണോ പുതിയതാണോ? ഹൃദയഹാരിയായ പ്രണയകഥ. രതീഷ് ബാലകൃഷ്ണൻ. കനകം കാമിനി കല. ഇത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അല്ല, ഇനി അതാണല്ലോ ഇരുന്നിട്ട് ഇത് അങ്ങനെ പറഞ്ഞൂടെ അല്ലേ? എന്നാ പിന്നെ ഇത് ഞാൻ പറയണ്ടേ? അയ്യോ, പറഞ്ഞോ, കിട്ടിയില്ല എനിക്ക്, മനസ്സിലായില്ല, പറഞ്ഞോ. നീ എന്തിനാ താഴേക്ക് നോക്കിയാ? അങ്ങനെ കാണുന്നില്ല, ഇങ്ങനെ ഇതെന്തോ അങ്ങനെ സൈക്കിളിലേക്ക് ഇങ്ങനെ നിൽക്കുന്നില്ലേ? സൈഡിലേക്കല്ല, സൈഡിലേക്ക് താഴേക്കെല്ലാം നോക്കുന്നില്ലേ? ഇല്ല അല്ലേ?
ഇയാള് തന്നെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കണേ. എനിക്ക് മമ്മൂട്ടിയുടെ സിനിമ. ഭീഷ്മർവ വലിയ സിനിമ. വല്യേട്ടനാ? വലിയ 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 പഴശ്ശിരാജ്. അറിയാവുന്നല്ല പറഞ്ഞോണ്ടിരിക്കും. രാജാതിരാജ രാജ ചട്ടമ്പി മറ്റൊരു പറഞ്ഞെടുക്കാൻ നേരത്തെ പറഞ്ഞ പടത്തിന് വരുന്നത് വലിയ രാജാതിരാജ രാജമാണിക്യം രാജ മാണിക്യം മധുര രാജ. നേരത്തെ നീ ഒരു പടത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ലായിരുന്നു? അത് പറഞ്ഞില്ലായിരുന്നു. ഭീഷ്മപർവ അത് തന്നെ അല്ലേ? അല്ലേ ഭീഷ്മ ഭീഷ്മന്റെ പേരിൽ പോയി. ഭീഷ്മ മൂന്നാമത്തെ വീട്. ഒന്നാമത്തെ വീട് എന്ത് നിന്നാ ഒന്ന് പറ രാജേഷ് ഏട്ടാ. എന്നിട്ടെ അതെന്ത്? അതെന്താ ആൽഫബറ്റ്? ബി ബിഗ് ബി. പൊളി. ഇനി ഞാൻ ഇനിയും വേണം. ലാസ്റ്റ് വേണ്ട. അല്ല ഇത് നോക്ക്. സ്മോൾ. ഇത് വിട്ടെ ഇത് വേണ്ട, ഇത് വിട്. അത് വിട്ടു. ചെറുത് കുഞ്ഞ് കുഞ്ഞി. അതെ അതിന്റെ വേറെ ടേം. സോറി. സ്മോൾ. ചെറുതിന് വേറെന്താ? ലാലേട്ടന്റെ പടം. ഇതെങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ലാലേട്ടന്റെ പടം. ചെറിയ അല്ല, ചെറുതിന് വേറെയാ. മുങ്ങുന്നോ ലാലേട്ടൻ? ഇപ്പൊ മുങ്ങി. കുഞ്ഞ് ചിന്ന. വേറെ ഭാഷയൊന്നും അറിയില്ല. അയ്യോ സോറി. മോൾ ചിന്ന. ചിന്നത് അല്ലേ? ചിന്നത് വേറെ ഭാഷ. നീ തമിഴാണ് ഉദ്ദേശിച്ചത്? തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി. ചോട്ടാ മുംബൈ. അതാണ് നീ കാണിച്ചത്. എത്ര പ്രാവശ്യം കണ്ട്? അത് ഈ സാധനം എന്താണ്? ഇതൊരു വാള്, ഇത് ചെറിയ വാള്, ചോട്ട. ഇപ്പൊ വാളില്ലല്ലോ. എന്റെ ഇത് ചോട്ട മുംബൈ. വാവ്. അപ്പൊ നമുക്ക് അഭിനയിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമല്ലേ? മത്സരത്തിൽ ജയിച്ചു ഞങ്ങൾ. നമുക്ക് ഇയാളെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? അത് വേണം. അതിപ്പോ പെട്ടെന്ന് നമ്മൾ തന്നെ കാണിച്ചിട്ട് എങ്ങനെയാണ്? നമ്മള് കാണിച്ചെടുക്കുമ്പോ ഇയാള് പറയണല്ലോ. ഒരു പേര് ഇയാള് പറഞ്ഞ. അല്ല, അതെ, അനുവിനോട് പറയണം. അനു കാണിച്ചത് ഞങ്ങൾ പറയണം. അതാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാം. അതാണ് അതിന്റെ ശരി. പാട്ട് മാത്രമല്ല. അതെ, അത് മതി. മണി ചിത്ര. അത് വേണ്ട.
അഭിനയ സാധ്യത ഇല്ലത് കൊടുക്ക്. കൊറേ അഭിനയ പഴയ പഴയൊരു പടം. കൃഷ്ണൻ നന്ദന കൃഷ്ണ കൃഷ്ണ എന്താ കുട്ടിക്ക് പറ്റി? കൃഷ്ണമണിയാ കൃഷ്ണൻ കൃഷ്ണ. ഈ കൃഷ്ണ എന്ന് പറയുന്ന വേർഡ് ഫസ്റ്റത്തെ വേർഡാണ് കൃഷ്ണ. കൃഷ്ണൻ അല്ല. ശ്രീകൃഷ്ണ വരച്ച നക്ഷത്ര തിളക്കം. ഒരെണ്ണം കൂടി കൊടുക്കാം. ഞാൻ കൊടുക്കട്ടെ, ഒന്ന് കുമ്പളങ്ങി നൈറ്റ്സ് ഒന്ന് അവതരിപ്പിച്ചാണ്. അത് ഞാൻ വേറെ പറയാം. നല്ല പറയാം. കുറച്ച് ദൂരം. പന്ത് കളി. ഞാൻ കേട്ടില്ല. സത്യം കേട്ടില്ല. എന്നാ പിന്നെ അതും കൂടെ പറഞ്ഞു. ചിത്ര പറയും. രണ്ടുപേരും ഇത് അതെ മുറ്റടിക്കുന്നത്. പിന്നാമ്പുറം 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 മുറ്റപടി. മറ്റേ ശ്വേതാ മേനോന്റെ സിനിമയാ മറ്റേ രതി നിർവേദം. ഞാൻ അപ്പൊ പിടിക്കണ്ടായിരുന്നു. മിസ്സായി പോയല്ലോ. അല്ല കാണിക്ക്, കുട്ടിക്ക് ഭാവിയുണ്ട് കേട്ടോ. മോഹൻലാലിന്റെ സിനിമ പഴയതാണോ? പഴയത്. മൂന്ന് വേർഡ്. ഒന്നാമത്തെ മിണ്ടരുത് അമ്മാവ ആളറിയാം. ഓടരുത് അമ്മാവ. ഒരു വിധത്തിൽ ഒന്നാമത്തെ ഒന്നാമത്തെ വേർഡാണ് അത്. ഒന്നാമത്തെ അക്ഷരാണ് ശു. മീ മീ മിന്നാരം. മീ മീ. രണ്ടാമത്തെ അക്ഷരാണ് വേർഡാണ്. അക്ഷരം. രണ്ടാമത്തെ അക്ഷരം മി. പൈസ. സ മിസ. കാശ്. കാശ്. മീശ. റുപ്പീസ്. എന്നൊരു പൈസ. തുട്ട്. പൈസ, കാശ്, തുട്ട്, മണി. കാശ്, പണം, തുട്ട്, മണി, കാശ്, തുട്ട്, പൈസ, മണി, മണി. മീ ഉണ്ടല്ലോ. ശരി, എന്നാ വൈൻഡപ്പി. അത് വളരെ മികച്ച രാജായിരിക്കും. മീ മീ മിന്നാരം. രണ്ടാമത്തെ അക്ഷരം മിഥുനം. സിമ്പിൾ. ഞങ്ങൾ അഭിനയിക്കുന്നവർ എന്തെന്ന് രണ്ടാമത്തെ ധനത്തിന്റെ ധാന്ന് കാണിക്കാൻ അതെനിക്കറിയാം. ഇതാ രഥം എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അത് കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുട്ടിയെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറെ. അയ്യോ, ഞാൻ മലയാളം ലിറ്ററേച്ചറാണ്. ഇനിയുണ്ട് മൊയലാളിയുടെ. ഓക്കെ, അപ്പൊ ഒറ്റൊരു റൗണ്ടും കൂടി ഉണ്ട്. അതോടെ നമ്മൾ പരിപാടി ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ടാസ്ക്. നിങ്ങൾക്കുള്ളൊരു ചെറിയ ഒരു പണി. അതായത് നിങ്ങൾക്ക് ഒറ്റ വാക്കേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾക്ക് ഒരു സമയത്ത് ഒരാൾക്ക് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ പറയേണ്ടത് ഈ സിനിമയുടെ പ്രൊമോഷനെ കുറിച്ചാണ്. മനസ്സിലായല്ലോ? അപ്പൊ തുടങ്ങും. സൂപ്പർ സൂപ്പർ.
കാണണം. ഇമ്മാനുവൽ, അജിത്ത്, രതീഷ് ചേട്ടൻ, നമ്മൾ, എന്റെയും നിന്റെയും നമ്മളുടെയും, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അതന്നെ, അതൊരു നല്ലൊരു സെന്റൻസ് പറഞ്ഞു പറഞ്ഞു എങ്ങനെ പറഞ്ഞു. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ ലതയുടെയും ഹൃദയ ഹാരിയായ പ്രണയ കഥ നിങ്ങൾ കാണണം. മെയ് 16 തിയേറ്ററിൽ തന്നെ ചെന്ന് കുടുംബ സമേതം തിയേറ്ററിൽ തന്നെ കാണണം. ഇങ്ങനെ ഉദ്ദേശിച്ചേ? ഇങ്ങനെ തന്നെയാ. ഇങ്ങനെ നല്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ മതിയടാ. മലയാളി അല്ല, ഈ ബാറ്റൊക്കെ ഉള്ളതായിന്ന്. ഓക്കെ. ഇപ്പൊ ഇത് നല്ലൊരു സംഭവം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് മുതലാളി പറഞ്ഞതുകൊണ്ടും നമ്മുടെ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞോളൂ. ഇതേപോലെ കിടു ആയിട്ടുള്ള നമ്മുടെ ഡയറക്ടർ പൊളിയാണ് എന്ന് പറയാൻ നമ്മളോട് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നാത്താൻ കേസ് കൂടില്ലേ, അതിനകത്ത് ഓക്കെ. അപ്പൊ ആ ഡയലോഗ്, അതായത് ആ ഒരു മറ്റേ ഇൻസിഡന്റിനെ കുറിച്ചിട്ട് ഒരു ഡയലോഗ് അല്ലെ ഇതുപോലെ സംസാരിക്കും. എന്തൊക്കെ കാണിച്ചാലും ഒരു ഉത്സവത്തിന് രാത്രി പോയി വന്നു വന്നു വരുമ്പോൾ മൂത്രം ഒഴിക്കാൻ മതിലിന്റെ അടുത്ത് നിന്നപ്പോ ഇരുന്നപ്പോൾ ഓട്ടോ എങ്ങോട്ടാ അത്? അല്ല, ഓട്ടോയിൽ നീങ്ങി ഞാനല്ലോ പറയണ്ടേ, ഓട്ടോയിൽ. പിന്നെ സുരേഷനും സുമലതയും വന്ന് ഇടിച്ചു. ഇടിച്ചില്ല എന്നുള്ള വക്കിൽ രാജീവൻ മതിലിന്റെ ചാടി വീണത് MLA-യുടെ പട്ടിയുടെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ പട്ടി നറുക്കിടവോ കൊഴുമ്പൽ രാജീവന്റെ പൃഷ്ഠം അറഞ്ചം പൊറഞ്ചം കടിച്ചു പറിച്ചു. അയ്യോ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോ സുരേഷിന്റെ കഥയൊക്കെ പറയുന്നതിന്റെ ഇടയിൽ ആൾക്കാർ സിനിമ കാണാൻ മറക്കല്ലേ. അതെ. അപ്പൊ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ വലിയ ഹിറ്റാവട്ടെ. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തിയേറ്ററിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഗോൾഡൻ എറയിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പടം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം 16-ാം തീയതി. ഞങ്ങളോടാണോ? അല്ലല്ല, പറഞ്ഞോ, അതൊന്നും നിങ്ങൾ പറഞ്ഞു. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. മെയ് 16-നാണ് റിലീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് ആരായത് ഇത്ര നേരം ഇങ്ങനെ നല്ലായിരുന്നു? അല്ല, ഞാൻ പിന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതെ, സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനില്ല. അതായത് വലിയൊരു ഫാമിലി എന്റർടൈനർ ആയിരിക്കും. ഒരുപാട് ചിരിക്കാനുണ്ട്, കുറച്ച് ചിന്തിക്കാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ആർട്ടിനെല്ലാം കുറേ പ്രാധാന്യമുണ്ട്. അപ്പം അതെല്ലാം തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. സോങ് ഉണ്ട്, ഒരുപാട് നല്ല നല്ല സോങ്സ് ഉണ്ട്. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ യൂണിവേഴ്സ് അല്ലേ, അത് ശരിയല്ലേ?
കാണാൻ പറ്റും. എല്ലാരും കാണുക, അഭിപ്രായം പറയാം. ഓക്കെ, അപ്പൊ താങ്ക് യു. അടിപൊളിയാവട്ടെ. താങ്ക് യു.